ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലോ, അപ്പോൾ നമുക്ക് കേക്കൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ടൂട്ടി ഫ്രൂട്ടി ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ പുറത്തൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ലാഭമൊക്കെ ഉണ്ടാവും. അപ്പോൾ ശരി, നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പപ്പായ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ കാണും കേട്ടോ ഈ പപ്പായ. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് വരാമേ. അപ്പോൾ ഒത്തിരി പഴുത്ത് പോകാത്ത പപ്പായ വേണം, നന്നായിട്ട് വിളഞ്ഞ പപ്പായ ആയിരിക്കണം എടുക്കാൻ. ഇതുപോലെ പപ്പായ എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഈ ഒരു സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം ഞാൻ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6-7 ഗ്ലാസ് വെള്ളമുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പം 1/2 കപ്പ് മെഷറിയുടെ 250 ml മെഷറിങ് കപ്പിനകത്തോട്ട് ഒരു 5 കപ്പ് ഓമയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ, പപ്പായ കട്ട് ചെയ്തുണ്ടായിരുന്നേ. അതിനിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മുടെ പപ്പായ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇതെല്ലാം ഒന്ന് കോരി അങ്ങ് മാറ്റാമേ. എൻ്റെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് അരിപ്പ പാത്രത്തിലോട്ട് ആക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു പാന് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഒരു 1.25 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1.25 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. അത്രയും സമയം നമുക്കൊന്ന് ഇളക്കിയെടുക്കാമേ. മുഴുവനായിട്ട് പഞ്ചസാര വെള്ളത്തിൽ അലിയണേ. പഞ്ചസാരയെല്ലാം ആ വെള്ളത്തിലൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം നമ്മൾ ഒട്ടും ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. നേരത്തെ തിളപ്പിച്ച് എടുക്കുമ്പോഴേ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പഞ്ചസാര ലൈനക്കകത്ത് ഈ പപ്പായയുടെ പീസസ് എല്ലാം മുങ്ങിക്കിടക്കണം. ഇതുപോലെ ഒന്നാവണം. നന്നായിട്ട് ഇതൊന്ന് തിളച്ചിട്ട് ഒരു ഒറ്റ നൂൽ പരുവമാകണം. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു ഒറ്റ നൂൽ പരുവത്തിലോട്ട് വരണം. അത്രയും സമയം വേണം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഈ പപ്പായയുടെ കളറൊക്കെ ഒന്ന് മാറി ട്രാൻസ്പെറൻ്റ് ആയി വരും. ഇതിനകത്തോട്ട് ഈ പഞ്ചസാര ലൈനിക്കകത്തോട്ട് കിടന്നിട്ട് നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ തന്നെ പഞ്ചസാര ലൈനി ആ പപ്പായയിലോട്ട് കുടിച്ച് വരും. അപ്പോൾ നല്ല മധുരം ഉണ്ടാവുമല്ലോ. അങ്ങനെ വേണം നമുക്ക് ആ പപ്പായ റെഡിയായിട്ട് കിട്ടാനേ. നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന പപ്പായ ആ പഞ്ചസാര ലൈനിക്കകത്ത് കിടന്നിട്ട് ഇതുപോലെ ഒറ്റ നൂൽ പരുവം. അപ്പോൾ നമ്മൾ ഇങ്ങനെ തൊട്ടിട്ട് വലിക്കുമ്പോൾ ഒറ്റ നൂൽ പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി പെട്ടെന്ന് തന്നെ സ്റ്റവ് ഓഫ് ചെയ്തേക്കാം. അതിന് ശേഷം നമുക്ക് പപ്പായ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ബൗളുകളിലാക്കാം. ഇപ്പം ഞാനൊരു 4 കളർ ഒഴിച്ചു കൊടുക്കാൻ ഉള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് കുറേശ്ശെ ഈ പാത്രങ്ങളിലോട്ട് നാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ആദ്യം ഞാൻ ഇതിനകത്തോട്ട് യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെല്ലാം കളറുണ്ടോ അതൊക്കെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പൊതുവെ റെഡും യെല്ലോയും ഓറഞ്ചും ഗ്രീനുമാണ് കൊടുത്തു വരുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെയുള്ള കളറാണ് എടുത്തിരിക്കുന്നത്. ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കളറെല്ലാം പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്യാം. കളറെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മളത് ചുമ്മാതെ കഴിക്കുമ്പോൾ. അപ്പോൾ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഡ്രോപ്പ് വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് എല്ലാത്തിനകത്തും ആ വാനില എസൻസ് ഒന്ന് ഒരു 3-4 ഡ്രോപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. വാനില എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
കളറൊക്കെ കൊടുത്തതിന് ശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ആ എസൻസും കളറും എല്ലാം നന്നായിട്ട് അതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. അതിനായിട്ട് ഞാൻ അരിപ്പയിലോട്ട് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ അല്ലെ ഏത് പേപ്പറിലാണോ ഉണക്കാൻ വെക്കുന്നത് അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ ഉള്ള ആ ഷുഗർ സിറപ്പ് അങ്ങ് പോയി കിട്ടും. അതുപോലെ എല്ലാം ഞാനിങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ട്. അടുത്ത സെറ്റും അതുപോലെ തന്നെ ഞാനൊന്ന് അതിൻ്റെ ഷുഗർ സിറപ്പ് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതിനകത്തോട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ അല്ല വൈറ്റ് പേപ്പറിനകത്തോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്കിത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാമേ. ഇതുപോലെ ഞാൻ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് വെക്കാം. വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി കളയല്ലേ. ഒരു 10-30 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഒത്തിരി സമയം നല്ല ചൂടത്ത് വെച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ഒത്തിരി അങ്ങ് ഡ്രൈ ആയിപ്പോവും. ഇല്ലെങ്കിൽ ഫാനിൻ്റെ കീഴ് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്താലും മതി. ഇപ്പം ഞാനിത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒരു പേപ്പറിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് എല്ലാം പാത്രത്തിലിട്ട് അത് വലിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു പേപ്പറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേപ്പറിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഷുഗർ സിറപ്പ് എക്സ്ട്രാ ഉള്ളത് പേപ്പറിലൊക്കെ വലിഞ്ഞു പൊക്കോളും. എന്നിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അപ്പം ഞാൻ ഫാനിനടിയിൽ വെച്ചിട്ടാണ് ഇത് ഉണക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഇതുപോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലോട്ട് നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വില കൊടുത്ത് വെളിയിൽ നിന്ന് വാങ്ങാതെ നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ കൂടെ ഐസ്ക്രീമിൻ്റെ കൂടെ ഒക്കെ നമ്മുടെ ഫാലോഡയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കില്ല കേട്ടോ. താങ്ക് യു.